ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും അതേപോലെ കാടമുട്ട റോസ്റ്റുമാണുള്ളത്. അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതൊന്ന് ചൂടാറാനുണ്ട്. അവിടെ റോസ്റ്റിനുള്ള കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരുകയാണ്. ഒരു ദിവസം തന്നെ നമ്മൾ അടിച്ചു വാരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കച്ചറ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ ഇലകൾ ഈ ചാക്കിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിക്കൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പോഴത്തേനും റോസ്റ്റിൻ്റെ പണിയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനപ്പം അടിച്ചു വാരി വന്നതല്ലേ, അപ്പോൾ ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പരത്താനും കൂടെ ഉള്ളൂ. എനിക്ക് എന്താണെന്ന് അറിയില്ല, പ്രസ്സിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പം പണി കഴിയണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് പരത്തുന്നത്. ഇത് ആകെ പണി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, എയർ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം വെള്ളത്തിലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അപ്പോൾ നല്ല കറിയാക്കി അടിപൊളിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മാറ്റിക്കാണ്ട് നമ്മൾ പത്തിരി ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. ചപ്പാത്തി ഇതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കിണറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്, കുടിക്കാനുള്ള ആവശ്യത്തിനും അതുപോലെ ചോറ് അങ്ങനത്തെ ഐറ്റംസ് കറി വെക്കാനൊക്കെ അങ്ങനെയാണ് വെള്ളം എടുക്കൽ. ഞാൻ ഇപ്പുറത്ത് ചപ്പാത്തി ചുടണമുണ്ട്. അപ്പോൾ നമ്മളെ കറിയിൽ കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. മോൾക്കൊക്കെ കൊടുക്കണതല്ലേ, ചെറിയ കുട്ടികൾക്കും നമുക്കായാലും അധികം എരിവ് കൂട്ടണത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഞാനെടുത്ത തേങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊങ്ങുള്ള തേങ്ങയാണ്. ഞാൻ പൊങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് കഴിക്കാൻ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് അത് കഴിച്ചിട്ടുണ്ട്. തേങ്ങ ചിരകാണ്. തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ തേങ്ങ അങ്ങനെ ചിരകി ഇരുന്നിട്ടുണ്ട്. അപ്പോഴാണ് മോളെ ഞാൻ കണ്ടത്. മോൾ ഉപ്പാൻ്റെ ഒപ്പം കണ്ട് പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിലിരിക്കുമ്പോൾ ആർക്കായാലും ഭയങ്കര മടുപ്പല്ലേ, അപ്പോൾ ആൾക്ക് ഇറങ്ങണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ റോസ്റ്റിലേക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തും ചെയ്തിരുന്നു കേട്ടോ. ഇത് മോൾക്ക് വേണ്ടിയിട്ട് അതേപോലെ മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് ചായ ഇവിടെ ഇപ്പം ചായ കുടിക്കും. ഞാനും ഉമ്മയും ഗ്രീൻ ടീ ആണ് കുടിക്കലുള്ളത്. അത് ചായ കുടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോളെ ഉറക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആൾ ഉറങ്ങിയില്ല. ഞാൻ കിച്ചണിലെത്തിയപ്പം ഉമ്മ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മീനിൽ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയാണ്. ഞാൻ കളഞ്ഞിട്ട് ഒരു കഷ്ണം കുടംപുളിയും കറിയിലിട്ടിട്ടുണ്ട്. മോൾക്ക് ചെറുതായിട്ടൊരു ചുമക്കെ പോലെ തോന്നിയപ്പം അതിന് വേണ്ടിയിട്ട് കപ്പ് സിറപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വാഴത്തട്ടയാണ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. പിന്നെ മോൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രായി ഞാൻ ഇവിടെ കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. ആ ടൈമിലാണ് വെള്ളം തിളക്കണ സൗണ്ട് ഇട്ടത്. അപ്പോൾ നമുക്ക് അരി കൊണ്ടുപോയിടണ്ടേ. റേഷനറിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കും വേണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി ഇങ്ങനെ പിടിച്ച പോലെ തോന്നും. അപ്പോൾ കറി ഏകദേശം വറ്റി, ഞാൻ സിമ്മിലിട്ടതായിരുന്നു. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. മീനത്തെ വെള്ളം മുഴുവൻ ഞാൻ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുപ്പൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനിന് സാധാരണ നമ്മൾ കറിയിലേക്കിട്ട് ഒരു 2-3 തിളക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചോറ് അയക്കണമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രായ്മക്കുള്ളതിന് പോയിട്ടുണ്ട്. അതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മുഴുവൻ പണി കഴിഞ്ഞിട്ട് രായി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത്. അപ്പോൾ ഞാൻ കിച്ചണിൽ ഒറ്റക്കായതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ്. ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ ഉപ്പേരി ചോപ്പറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് വാഴത്തട്ട ഉണ്ടാക്കുന്നത് തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഇന്ന് തേങ്ങയിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഞാൻ മോളെ ഉറക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോഴും ആൾ ഉറങ്ങിയില്ല. ഞാൻ അടുത്ത കിച്ചണിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ മോളപ്പാൻ്റെ അടുത്താക്കി കിച്ചണിൽ പോയതാണ്. അപ്പോൾ ഉമ്മ ഉപ്പേരീൻ്റെ കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. മീനിന് മസാല ഇട്ട് മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മോളെ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിങ്ങാണ്ട് ബാക്കി പണി ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് രായി കൊണ്ടുപോയിടാനുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഉമ്മാനോട് ഷോൾ ചോദിച്ചപ്പോൾ അമ്മ തന്നിട്ടും ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പാവല്ലേ വിശക്കണുണ്ടാവില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം കുട്ടികളുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്.
അവരെ വെയിറ്റ് ഗെയിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. ഇതിൽ ഞാൻ അത് വേഗം ഉടച്ചെടുക്കുകയാണ്, ചൂട് പോകാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതിലൊരു കറുത്തൊരു ഭാഗം ഉണ്ടാവും, പഴത്തിൻ്റെ നടുഭാഗം. അത് ഞാൻ എടുക്കലില്ല, കുട്ടികൾക്ക് എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എടുക്കലില്ല. വേഗം കിച്ചണും കാര്യങ്ങളും വൃത്തിയാക്കിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു ഒഴിക്കാൻ, അതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ള് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ല ലേറ്റായിരുന്നു. ഈ മോൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ പണി നല്ല ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ അവർ നോക്കാനുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കയ്യിലുണ്ട്. പിന്നെ ഈ 2 കഴുകാനും, നമ്മൾ തുടപ്പുകളാണ് കഴുകാനും മോളെ ഡയപ്പർ